അറിയണ്ടേ വാലിബ? നിന്റെ പോരാട്ടം ആരോടാണെന്ന് അറിയണ്ടേ? വിധി നിനക്കായി കാത്തുവെച്ച എതിരി ആരാണെന്ന് അറിയണ്ടേ? ഹായ് ഫ്രണ്ട്. ഈ ചെങ്ങായാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വരും. എന്തിനാണാവോ കയറി വരുന്നത്? എന്താണ് അയ്യന്റെ പ്രശ്നം? ഞാൻ കൈപ്പറ്റി, നീ കൈപ്പറ്റി. എന്ത് പാഴ്സലാടാ? ഇടിച്ചക്ക ഇടിച്ചക്ക ഇടിച്ചക്ക. അതേടാ ഇടിച്ചക്ക. നിന്റെ കടച്ചക്കയും കൊണ്ട് ഞാൻ പോവും. ഇത് കോംപ്രമൈസ് ആക്കിയ സീനാണ്. അപ്പൊ അനിയന് പഴയ കഥകളൊന്നും അറിയില്ലല്ലേ? ഗാനമേളത്തല്ലേ ഇനി കോംപ്രമൈസ് ആക്കിയതേ. ഫ്ലാഷ് ബാക്ക്. മറ്റേത് ദിവസം വെട്ടിയാലും അത് ബിരിയാണിക്ക്, നേർച്ചയായിട്ട് വലുതാക്കി ഇതിന് വെട്ടിയാൽ അത് കുർബാനി. മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടി നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ ഞങ്ങൾ തകർത്തു. എല്ലാവർക്കും എന്ന പോലെ എനിക്കും എന്റെ കുടുംബം വലുതാണ്. അത് തകരാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും. അവിടെ എന്റെ മുന്നിൽ ശരികൾ മാത്രമേ ഉള്ളൂ. പക്ഷെ എയർപോർട്ടിൽ പോണ വഴിക്ക് ഒമേഗ ബാബു ഒന്ന് പെട്രോൾ അടിക്കാൻ കയറി. പോരട്ടെ പോരട്ടെ, ഫ്ലാഷ് ബാക്ക് പോരട്ടെ. ഹലോ ബ്രദർ. Several days later. അവൻ ഏത് കൊലകൊമ്പനായാലും ശരി, 24 മണിക്കൂറിനകം ഞാൻ അവനെ പൂട്ടും. ഉറപ്പിക്കാമോ? എന്നാ തോമം മുടിയൊന്ന് നീട്ടി വളർത്തും. SI സോമം പുള്ളയ്ക്ക് ചരക്കാൻ. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? കിട്ടിയാ കിട്ടി, പോയാ പോയി. അവിടെ നിന്ന് ഒരു പടം ഇങ്ങോട്ട് ഇളകി വരുന്നുണ്ട്. വെട്ടിയാ മുറി കൂടുന്ന ജാതി അവന്മാര്. എനിക്ക് ഒന്നും വേണ്ട, നിന്നെ എന്നും ഇങ്ങനെ ജീവനോടെ കണ്ടാ മതി. എന്താ ഉള്ളി വെച്ച് സംസാരിക്കണ പോലെ? ഇല്ല, ഒന്നുമില്ല. സൽക്കാരത്തിൽ ഞങ്ങൾ അതിഥി ദേവോ ഭവ എന്ന മര്യാദ പാലിക്കുന്നവര്. പക്ഷേ എല്ലാറ്റിനും ഒരു പരിധിയുണ്ട്. ഗാലറി നമുക്ക് എതിരാണല്ലോടാവേ. മച്ചാ, ഈ നാടത്ര ശരിയല്ല. വേഗം ഇവിടുന്ന് സ്ഥലം വിട്ടോ. ഇതിലും വലുതായിട്ട് ചങ്കിന് നേരെ വന്നിട്ടുണ്ട്. ഞാൻ അനങ്ങിയിട്ടില്ല. അല്ല പിന്നെ നിനക്കും ഗരുഡയ്ക്കും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. നീയും ദുരാഗ്രഹിയായി മാറിക്കഴിഞ്ഞു. ഒരു നാടിനെ മൊത്തം വെറുപ്പിച്ചു. അവളുടെ വെറുപ്പ് നീ സമ്പാദിച്ചു. ഇനി അവള് നിന്റെ KGF-നെ നശിപ്പിക്കും. നിന്റെ ആശകളെല്ലാം നശിപ്പിക്കും. നിന്നെ വിശ്വസിച്ച ജനങ്ങൾ പെരുവഴിയിലാവും. ഇവരെല്ലാവരുടെയും ബലം കഴിച്ചതും നീ തന്നെ. ഇവരെല്ലാരെയും തൂക്കിലേറ്റാൻ പോകുന്നതും നീ തന്നെ. കറക്റ്റാണ് സേവി. ദൈവവും പരദീസയൊക്കെ എന്തേ കൈവിട്ടവരാണ് ഞാനും. പക്ഷേ ചെകുത്താൻ ചിലപ്പോൾ നേരിട്ടിറങ്ങും ഞങ്ങളെ രക്ഷിക്കാൻ. അന്നയാളുടെ കയ്യിൽ ഒരു ഡെവിൾസ് ഓൾട്ടർനേറ്റീവ് ഉണ്ടാവും. ഇതൊരു ഗ്രാൻഡ് പ്ലാനിന്റെ ക്ലൈമാക്സ് ആണ് സിജോ. അലക്സാണ്ടർ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇരയല്ല സിജോ. അയാളാണ് വേട്ടക്കാരൻ. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ. അപ്പോ ഞാനങ്ങോട്ട് ബൈ ബൈ.